യുഎസുമായുള്ള വ്യാപാര തർക്കം ഇന്ത്യക്കുമേൽ പ്രഹരമേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഇന്ത്യക്ക് ശുഭവാർത്തയാണ്. ഏപ്രിൽ ജൂൺ കാലയളവിലെ GDP 7.8% വളർച്ച നേടി. വിപണി വിദഗ്ധർ 6.7% വളർച്ച പ്രതീക്ഷിക്കുമ്പോഴാണ് വളർച്ചാ നിരക്കിൽ വർധനവുണ്ടായത്. നിർജീവമായ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യക്കുള്ളതെന്നും അത് തകരുമെന്നുമുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണക്കുകൂട്ടലുകൾക്ക് നൽകിയ തിരിച്ചടി കൂടിയാണിത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ കഴിഞ്ഞ ദിവസമാണ് GDP കണക്കുകൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം ജൂൺ പാദത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 6.7% വളർച്ചയായിരുന്നു നേടിയത്. പ്രാഥമിക മേഖലയുടെ വളർച്ചയും സർക്കാരിന്റെ മൂലധന ചിലവുകളുടെ പിന്തുണയും മറ്റു ഘടകങ്ങളും വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രമുഖ സമ്പദ് വ്യവസ്ഥ എന്ന ഇന്ത്യയുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ. ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ കരുത്താണ് GDP കണക്കുകളിലൂടെ പ്രകടമായിരിക്കുന്നത്. ട്രംപിന്റെ വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ വ്യാപാര മേഖലയിൽ കരിനിഴൽ വീഴ്ത്തിയിരുന്നു. ഇന്ത്യയുടെ കയറ്റുമതിയെ താരിഫ് നയങ്ങൾ വിഴുങ്ങുമെന്ന അവസ്ഥ വന്നിരുന്നു. യുഎസിന്റെ താരിഫ് നയങ്ങൾ അടുത്ത വർഷം ഇന്ത്യയുടെ GDP വളർച്ച 0.6% മുതൽ 0.8% എന്ന തോതിൽ കുറയാൻ കാരണമാകുമെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തി. എന്നാൽ ഇത്തരം ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ വളർച്ച നേടിയത്. കൃഷി ഉൾപ്പെടുന്ന പ്രാഥമിക മേഖല കഴിഞ്ഞ വർഷത്തെ 1.5% വളർച്ചയിൽ നിന്ന് 3.7% വളർച്ച നേടി. മാനുഫാക്ചറിംഗ് മേഖലയിൽ 7.7% വളർച്ച ഫ്ലാറ്റ് ആണെങ്കിലും തൊട്ട് മുമ്പത്തെ പാദത്തിലെ 4.8% എന്ന തോതിനേക്കാൾ ഉയർന്നു. ഹോട്ടൽസ്, ട്രാൻസ്പോർട്ട്, ഫിനാൻഷ്യൽ സർവീസ് എന്നീ മേഖലകൾ ഉൾപ്പെടുന്ന സർവീസ് സെക്ടർ 9.3% വളർച്ചയും നേടി. GDPയുടെ 60% സംഭാവന ചെയ്യുന്ന സ്വകാര്യ ഉപഭോഗം 7% വർദ്ധിച്ചു. സർക്കാരിന്റെ ചിലവുകൾ 9.7%, ക്യാപിറ്റൽ ഫോർമേഷൻ 7.8% എന്നിങ്ങനെയും വർദ്ധിച്ചു. അതേസമയം അമേരിക്ക വിവിധ രാജ്യങ്ങൾക്ക് മേൽ തീരുവ ഏർപ്പെടുത്തിയതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോടതിയിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് യുഎസിലെ അപ്പീൽ കോടതി വിധിച്ചു. വാഷിംഗ്ടൺ DC-യിലെ US കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദി ഫെഡറൽ സർക്യൂട്ടാണ് ഈ വിധി പ്രസ്താവിച്ചത്. തീരുവ ചുമത്തിയതിലൂടെ ട്രംപ് തന്റെ അധികാരം മറികടന്നതായും ഈ തീരുവകൾ വ്യാപാര ചർച്ചകൾക്കായും വിദേശ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും ഉപയോഗിച്ചുവെന്നും കോടതി കണ്ടെത്തി. ദേശീയ അടിയന്തരാവസ്ഥയിൽ പ്രസിഡന്റിന് വിശാലമായ അധികാരങ്ങൾ ഉണ്ടെങ്കിലും ആ അധികാരങ്ങളിൽ തീരുവ ചുമത്തുന്നത് ഉൾപ്പെടുന്നില്ലെന്നാണ് കോടതി കണ്ടെത്തിയത്. അതേസമയം വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ട്രംപിന് സമയം നൽകിയതിനാൽ നിലവിലെ തീരുവകൾ തുടരാൻ കോടതി അനുവാദം നൽകി. അതേസമയം അപ്പീൽ കോടതിയുടെ വിധിയെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. കോടതിയുടെ വിധി തെറ്റാണെന്നും എല്ലാ തീരുവകളും നിലവിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീരുവകൾ ഒഴിവാക്കണമെന്ന് അപ്പീൽ കോടതി തെറ്റായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനം അമേരിക്ക വിജയിക്കുമെന്ന് അവർക്കറിയാമെന്നും ട്രംപ് സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. തീരുവകൾ ഒഴിവാക്കിയാൽ അത് അമേരിക്കയ്ക്ക് ഒരു ദുരന്തമായി തീരുമെന്നും അമേരിക്കയെ സാമ്പത്തികമായി തളർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ച് ട്രംപ് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞെങ്കിലും ഇതുകാരണം ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ തീരുവകൾ പിൻവലിക്കാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. IEEPA പ്രകാരം ഏപ്രിലിൽ ആദ്യഘട്ട പകരച്ചുങ്കം ഏർപ്പെടുത്തിയ ശേഷം ഇത് കോടതിയിൽ പരിശോധിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചതിനാൽ മറ്റൊരു നിയമ ചട്ടക്കൂടിന് കീഴിലാണ് ഇന്ത്യക്ക് മേലുള്ള തീരുവകൾ ചുമത്തിയത്. അതിനാൽ IEEPA പ്രകാരം ചുമത്തിയ പകരച്ചുങ്കം കോടതി റദ്ദാക്കിയാലും ബദൽ നിയമങ്ങളിലൂടെ ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവകൾ തുടരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്.